ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് നല്ല മഴയാണ് കേട്ടാ, വിരൽ വെച്ചാ മുറിയണ മഴയാണ്. മൂന്നാല് ദിവസമൊക്കെ ഉണ്ടാവുമെന്ന് അല്ലേ പറയണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഓർഡർ ചെയ്തിട്ടാ കഴിഞ്ഞ ആഴ്ച. അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടാ. അപ്പോൾ ഗോതമ്പ് പായസമാണ് അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ ഇതാ അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ പരിപ്പും കഷ്ണമൊക്കെ വേവിച്ചിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഒരു 14 ആൾക്കുള്ള സദ്യ ആയിരുന്നു കേട്ടോ. ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ വലിയ ഓർഡറൊന്നും കൊണ്ട് മേടിക്കുന്നില്ല കേട്ടോ. ഒന്നാമത് മഴ നമുക്ക് സൗകര്യക്കുറവുണ്ട് പുറത്തൊക്കെ. അപ്പോൾ എല്ലാ കറികളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സദ്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളെ ശ്രദ്ധ പാളിയാ ചിലപ്പോൾ ആ ആകെ കൊളാവും. അപ്പോൾ വീഡിയോയും പോണൊക്കെ ഒരു ഭാഗത്താണ്ട് വെച്ചു കേട്ടാ. പിന്നെ നമുക്ക് പിടിച്ചു തരാനൊക്കെ ആളുണ്ട് വെച്ചെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മാങ്ങ അച്ചാറുണ്ട്, ഒരു മാങ്ങയായിട്ട് വലിയ മാങ്ങയായിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ട്. കേബേജും ക്യാരറ്റും കൂടി ഉപ്പേരി ഉണ്ട്, അവിയലുണ്ട്. പിന്നെ അവർ പറഞ്ഞ് കൂട്ടുകറി വേണമെന്ന്. പിന്നെ ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും ഉണ്ട് മേടിച്ചിട്ടുണ്ട്. മത്തയ്ക്കും വൻപയറും കൂടിയിട്ട് വറുത്തൽശ്ശേരി വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടുകറിയാണ് കേട്ടോ. പുളിഞ്ചി, കാളൻ, രസം, സാമ്പാർ, പപ്പടം, അങ്ങനെ എല്ലാതും ആയപ്പോൾ ഒക്കെ മേശമ കൊടുന്ന് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഓരോന്നും അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറന്നു പോവണ്ടെന്ന് കരുതിയിട്ട് ഒക്കെ ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ ഒഴിച്ച് ഒക്കെ റെഡിയാക്കി തുറന്ന് വെച്ചിരിക്കുന്നു കേട്ടാ. ഇതാ ചോറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ടാന്ന് ആദ്യത്തെ ഓർഡർ. പിന്നെ ഇത് ഇന്നലത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പം നമ്മളെ സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ പൊറാട്ടയും ബീഫും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇന്നലെ രാത്രി ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ അത് ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ പുട്ടും ഇതൊക്കെ അങ്ങനെ ചുട്ട് റെഡിയാക്കി. പിന്നെ അരി അടുപ്പത്ത് ഇടട്ടെ വെച്ചിട്ട് അരിയൊക്കെ കഴുകണ നേരത്തുണ്ട് ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ അന്ന് നമ്മൾ സദ്യ കൊടുത്ത ആ താത്തയാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു 5 പൊതിച്ചോറ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ മീനൊന്നും ഇല്ല ഏട്ടന്ന്. ഏട്ടനൊക്കെ മീനിന് പോയിട്ട് മീനൊന്നും ഇല്ല, മീൻകാരേ ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ മഴയാകുമ്പോൾ കടലിലും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് മീനൊന്നും ഇല്ല, അപ്പം എന്താ വേണ്ടത് വെച്ചപ്പോൾ അത് സിമ്പിളായിട്ടുള്ളത് മതി പറഞ്ഞു. അപ്പം അങ്ങനെ അന്ന് മേടിച്ചെടുത്ത സാമ്പാർ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കൽ സാമ്പാർ വയ്ക്കാനുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് ചോറും സാമ്പാറും പച്ചക്കായും വൻപയറും കൂടി ഒരു ഉപ്പേരി, അച്ചാർ, പപ്പടം കേട്ടാ. അപ്പം അതായിരുന്നു. അപ്പം അതൊന്ന് പൊതി കൊടുത്ത്. പക്ഷെ അതൊന്നും പൊതിയണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. അപ്പം മക്കളെ, നമ്മളെ പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല, മീനു, ഒരു കറുത്തൊരു പൂച്ച. ആ പിന്നെ പൊന്നുവിൻ്റെ മക്കളെ നോക്കിയിരുന്നേ. ഒരു കണ്ണും കൂടി വീഴാത്ത ഈ കുട്ടികളെ ഒരാഴ്ചയായിട്ടേ ഒന്ന് പാല് കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇപ്പം ആ പൂച്ച തിരിഞ്ഞ് നോക്കണില്ല. ഇവിടെ ഉണ്ട് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കാത്ത കാരണം. അപ്പോൾ എന്നെ കാണുമ്പോഴേക്കും ഓടും. കണ്ണും കൂടി വീയാത്ത ഈ മക്കൾ പീ പീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല അങ്ങനെ എന്തോ പോലെ ഇത് കേൾക്കുമ്പോൾ. എന്നിട്ട് അടുപ്പിൻ്റെ വീട്ടിലൊരു ബോക്സിലൊക്കെ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് പാലൊക്കെ ഒരു തുള്ളി ഇവർക്ക് എത്രയായാലും ഇപ്പോൾ ഈ കണ്ണ് വീയാത്ത ഈ സമയത്ത് അമ്മേരെ ചൂടും സ്നേഹവും പാലും ഒക്കെ കിട്ടേണ്ട ഒരു പ്രായമല്ലേ. കണ്ണ് വീഴിഞ്ഞിട്ടില്ല. ആ ഒരു ടൈമിലാണ് ഈ പൂച്ച നോക്കാതിരിക്കുന്നത്. എന്ത് കടുപ്പാണല്ലേ. എത്രയായാലും ഈ ഫില്ലറിൽ ഈ പാലിങ്ങനെ ഒരു തുള്ളി ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഇറക്കണ പോലെയാണോ. എന്തായാലും 3 രക്ഷപ്പെടില്ല. കാരണം ഇങ്ങനത്തെ ഒരു 3 ഞാൻ മേലത്തെ പണി കഴിയണതിൻ്റെ മുന്നേ ബാത്റൂമിൽ വെച്ചിട്ട് നോക്കിയിരുന്നു കേട്ടാ. അവർ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ചത്തു. അതുപോലെ ഒന്ന് തീരെ ശേഷിയില്ല കേട്ടാ. ഇവരിങ്ങനെ ചൂടല്ല ഇവർക്ക് വേണ്ടത്. അപ്പോൾ ഭയങ്കര ഒരു തണവായിരിക്കണം. ഒന്ന് തീരെ ഒരു സുഖമില്ല കേട്ടോ ഒന്നിന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നിട്ട് ഒച്ച കേട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ, പെട്ടിന്നൊക്കെ പുറത്ത് ചാടിയിട്ട് ഇങ്ങനെ. അപ്പോൾ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് തീ കൂട്ടിയിട്ടില്ല കേട്ടോ. ചോറിന് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തത് കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഇവർക്ക് 3 ആൾക്കും
ഓരിറക്കൊക്കെ വേണ്ടു. അപ്പോൾ ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴയാട്ടാ. അപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എമർജൻസി ഒക്കെ വെച്ചിട്ട് ഞാൻ പുട്ടും പപ്പടം ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിടാൻ നേരത്താണ് ആ താത്ത വിളിച്ചിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞത്. അപ്പോൾ വേഗം കുറച്ചും കൂടി അരി കഴുകി അടുപ്പത്തിട്ടു. പിന്നെ ഉള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് പരിപ്പുണ്ടായിരുന്ന എടുത്ത് വെള്ളത്തിയിട്ട്. അപ്പോൾ നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് വറക്കുകയാണ് കേട്ടോ. കുറച്ച് നാളികേരം. അപ്പം നമ്മളെ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിൽ അത് നാളികേരം വറക്കണത്. അപ്പം അതിൽ കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്ന പരിപ്പ്, ഉലുവ അതൊക്കെ ഇട്ടിട്ട് നാളികേരം കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് വറുത്തെടുത്തു. ആ നാളികേരമൊക്കെ ആണ് മൂത്ത് വന്നപ്പോൾ അതിൽ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിട്ട് ചൂടാക്കിയിട്ടാണ്. ഭയങ്കര അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പം ഈ മഴയൊക്കെ പെയ്തപ്പോഴേ നേരത്തെ കുളിയും ഇതൊക്കെ ആയിട്ട് ചുമ പോലെയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. നാളത്തെ കാര്യം എങ്ങനെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ചുമ വരിക കേട്ടോ സംസാരിക്കുമ്പോൾ. അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കിന് പിന്നെ കഷ്ണമൊക്കെ മുറിച്ച് ഒക്കെ കുറേശ്ശെ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് കഷ്ണമൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പൊതിച്ചോറൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇതിപ്പോൾ ഞാനിന്ന് സൽമയുടെ അവിടെയൊക്കെ പോയിട്ട് ഇലയൊക്കെ മുറിച്ചിട്ട് ഇല വാട്ടിയിട്ടാട്ടാ 5 ചോറ് പൊതിഞ്ഞത്. അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണേ. അങ്ങനെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഒന്നാണ്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ച കഷ്ണം പുളിവെള്ളവും അരപ്പും ഒക്കെ കൂടി ചേർത്തിട്ട് അങ്ങനെയുള്ളൊരു സാമ്പാറാട്ടോ. ഒരു സിമ്പിൾ സാമ്പാർ, എന്നാലും നല്ല രുചിയുള്ളൊരു സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അധികം വില ഇല്ലാത്തൊരു ചോറ് കേട്ടോ. മീനൊന്നുമില്ല. മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പൈസയൊക്കെ, ഇത് സിമ്പിളായിട്ടുള്ള ഒരു ചോറ്, അതിനുള്ള പൈസയും തന്നെയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇനിയിപ്പോൾ രാവിലത്തെ എന്തെങ്കിലും ചായൻ്റെ കടികളായിട്ടാ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചോറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം വെച്ചെങ്കിൽ കൂട്ടുകാർ പറയുക, കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ റേഷൻ കടയുടെ അവിടെ. അതൊന്നും പിന്നെ മഴയായ കാരണം എനിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ആ താത്ത പിന്നെ ഞാൻ പറഞ്ഞു എന്താ ഇപ്പം ഒന്ന് പൊതിച്ചോറ്. അപ്പം പറഞ്ഞു ഈ മഴയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അവർ കുറച്ച് കഴിവൊക്കെ ഉള്ളൊരു താത്തയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ഭക്ഷണം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി, അപ്പോൾ അത് കാരണമാണ് പൊതിച്ചോറ് ഇപ്പോൾ ഞാൻ ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മീനൊന്നും വേണ്ട, എന്തേലും ഒരു ഉപ്പേരിയും ഒരു സാമ്പാറും ഒരു അച്ചാറും ഒക്കെ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മളിത് എന്ത് കൊടുത്താലും നമുക്ക് ഒരു സന്തോഷമല്ലേ. അപ്പോൾ സാമ്പാറും ഉണ്ടായിരുന്നു, വൻപയറും പച്ചക്കായും കൂടിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ നാളികേരം കുറച്ച് ബാക്കിയായപ്പോൾ അതും കൂടി ഇട്ട് ഞാൻ ഇട്ടാ. പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നു, അത് വറുത്ത് മാങ്ങഞ്ചി മാങ്ങി കൂടിയിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൊന്നും അങ്ങനെ പൊതിയണേൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം അവർ മഴയൊക്കെ ആകുമ്പോഴേക്കും വന്നിട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല കേട്ടോ. നമ്മൾ ചേച്ചിയില്ല അവിടെ. ഉണ്ടെച്ചെങ്കിൽ ഒന്ന് വീഡിയോ പിടിക്കും. അപ്പോൾ അത് പൊതിയണമെന്നും എനിക്ക് പിന്നെ കാണിക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടുകാരൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്തേ പിന്നെ വീഡിയോ ഇല്ലല്ലോ, കാണാനില്ലല്ലോ എന്നൊക്കെ ഇട്ടാ. അപ്പോൾ ഞങ്ങളെ തറവാട്ടിലെ വല്യമ്മ മരിച്ച കാരണമാണ് ഞാൻ 10 ദിവസം വീഡിയോ ഇടാഞ്ഞത് ഇട്ടാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് കാണുക. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ കൂട്ടുകാരെ. അപ്പം നമ്മൾ വേഗം ഇന്നാളെ അന്ന് നമ്മളെ ഡ്രസ്സിലൊക്കെ ആകെ മഞ്ഞ കളറും ഒക്കെ ആയിട്ടാ. പിന്നെ അപ്പം ഒന്ന് വേഗം മാക്സി ഒന്ന് മഴയല്ലേ
ഒന്നും അഴുക്കൊന്നും ആവേണ്ട വെച്ചിട്ട് വേഗമൊക്കെ ഒന്ന് എടുത്ത് കെട്ടിയിട്ടതാണ് കേട്ടാ. അങ്ങനെ പപ്പടം കാച്ചെടുക്കുകയാണ്. പപ്പടം കാച്ചിട്ട് നമുക്ക് അതിൽ സാമ്പാർ വറവിടണം. സാമ്പാർ വറവിട്ടതിൻ്റെ ശേഷം ഉണക്കമുളക് വറക്കണം. ഉണക്കമുളക് വറുത്തിട്ട് പയറും കായും കൂടിയിട്ടുള്ള അതൊന്ന് വറവിടണം കേട്ടാ. അപ്പോൾ പുറത്തേക്കൊന്നും മേടിക്കാനൊന്നും പോകാൻ വയ്യട്ടാ. അപ്പോൾ ഒരു 5 പപ്പടം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ 5 പപ്പടം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കാച്ചെടുത്തു കേട്ടാ. പിന്നെ തലേ ദിവസമൊന്നും പറഞ്ഞ ഓർഡർ അല്ല കേട്ടാ, അന്ന് രാവിലെ പറഞ്ഞാണ്. അരി കഴുകിയിടാൻ ആ ഒരു ടൈമിലാണ് വിളിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളത് കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രം കേട്ടാ. അപ്പം അങ്ങനെ നമുക്ക് അടുത്തൊരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു ഓർഡർ ആണെങ്കിലും നമ്മൾക്ക് സന്തോഷമാണ് കേട്ടാ. അപ്പം അങ്ങനെ ചെറുതീന്ന് തന്നെയല്ലേ നമ്മൾ ഇരുന്ന് കാല് നീട്ടുക എന്ന് പറയുന്ന പോലെ. അപ്പം ഏതായാലും ഇപ്പം നമുക്ക് ചെയ്യണം. മീനൊന്നും ഇല്ലാതെ നമ്മൾ പച്ചക്കറി തന്നെ വെക്കണം. അപ്പോൾ കുറച്ച് കൂടുതലാണ്ട് വെക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും നമ്മളെ സദ്യയൊക്കെ അവർക്ക് ഇഷ്ടമായി എന്ന് വിളിച്ച് പറഞ്ഞിട്ടാ. സദ്യയൊക്കെ നല്ല ഇഷ്ടമായി, പായസമൊക്കെ നല്ലതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഇനിയിപ്പോൾ അവരൊരു ഫാമിലി ആരോ വരുന്നുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 7 സദ്യ പൊതിയായിട്ട് തന്നാൽ മതി, ഇങ്ങനെ എല്ലതും കവറിൽ ആക്കിയിട്ട് അങ്ങനെ തന്നാൽ മതി. അപ്പം ഞാൻ പറയണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ നമ്പർ ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ. പിന്നെ മക്കളെ, നമ്മളെ മേലുണ്ടായിരുന്നില്ല 2 പൂച്ചക്കുട്ടി, മണിയുടെ മകളുടെ കുട്ടികൾ, ആ 2ഉം ചത്ത് കേട്ടാ. ഒരു മാഹാളി പോലെ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് ചത്ത്, ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റവും ചത്തിട്ടാ. പിന്നെ നമ്മളെ പൊന്നൂൻ്റെ, പിന്നെ ഞങ്ങൾ അവിടെ അല്ലായിരുന്നു തറവാട്ടിലൊക്കെ. മീനും ഒന്നും ഇവിടെ ഇല്ലാതെ ആയപ്പോൾ പിന്നെ ഇവരൊക്കെ കൂടി സൽമരോടേക്ക് പോയി. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോണയിലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പൊന്നൂൻ്റെ 3 കുട്ടികളുള്ളതിലത്തെ ഒരു കറുപ്പ് സുഗുണുവിനെ കൂട്ടുകാർക്ക് അറിയുണ്ടാവുമല്ലോ അല്ലേ, സുഗുണു. ആ സുഗുണുവിനെ കാണാനില്ല കേട്ടാ, നായ പിടിച്ച് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ചക്കറി ആയ കാരണം പൂച്ചാളൊക്കെ പോയി സെൽമടോടി നിന്നിട്ട്. സെൽമ ഒരു ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവർ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ബാക്കിയൊക്കെ വന്ന് ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പൂച്ചാളെല്ലോ. അപ്പോഴാണ് ഞാൻ ഞെട്ടണത്, എന്താ ഇവിടെ മീനൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ മണി മക്കളെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ പോകണുണ്ടപ്പോൾ നമ്മളെ സുഗുണും കൂട്ടരും ഒക്കെ കൂടി പോയി. അപ്പോൾ സെൽമ ചോദിക്കുന്നുണ്ട്, എടി എന്തോരം പൂച്ചാളാണ് വന്നിട്ടുള്ളത്, ഇതൊക്കെ അവിടത്തെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. ഇപ്പം മീനൊന്നപ്പോൾ ഉണക്കലൊക്കെ ഉണ്ടായപ്പോൾ ഒക്കെ മീനൊക്കെ ആയപ്പോൾ എല്ലാവരും വന്നിട്ടാ. എനിക്കിപ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ ആ പൂച്ചക്കുട്ടികളൊക്കെ ഒരു ഇതാണ് കേട്ടാ, ഭയങ്കര ഒരു സങ്കടം. എന്താ വെച്ചാൽ പക്വതയില്ലാത്തൊരു ടൈമിലാണ് ആ പൂച്ച പ്രസവിച്ചത് തന്നെ. പ്രസവിച്ചിട്ടും ഇപ്പം മണിയൊക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മണി നമ്മൾ ഭക്ഷണം കൊണ്ടുവച്ചാൽ മാത്രം കഴിക്കുകയുള്ളൂ, തിന്നാനും കൂടിയും വരില്ല, കുട്ടികളെ എത്തുന്നു നയിക്കില്ല. ഈ പൂച്ച അങ്ങനെയല്ലായിരുന്നു. ഒക്കെ ഒന്ന് പോയി ഒന്ന് ശകരം നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ പൂച്ച അവിടെ ഇവിടെ പോയിരിക്കണത് ആ ടൈമിൽ ഞാൻ കാണുക. പക്ഷെ കുട്ടികളെ നോക്കുമ്പോൾ അവരെ വയറൊക്കെ വീർത്തിട്ട് കാണാം. ഇപ്പം ഇങ്ങനെ കരച്ചിൽ കഴിപ്പം നോക്കുമ്പോഴാണ് കേട്ടാ മനസ്സിലായത് പൂച്ച തീരെ അടുപ്പിക്കുന്നില്ല എന്നിട്ട് പൂച്ചീനെയും കുട്ടികളെയൊക്കെ ഞാൻ എടുത്തിട്ട് എത്തിക്കൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ പൂച്ച പായാണ്. എന്താ ചെയ്യുക. പിന്നെ നമ്മൾ അപ്പൂൻ്റെ കൂട്, ആ കൂടിൽ അവിടെ പച്ച നെറ്റോണ്ട് മറിച്ചിട്ടാണ് ഒരു ലാബ് നായ ഉണ്ടായിരുന്നത് കേട്ടാ. ഒരനർത്ഥം അതിനെ കൊണ്ട് ഉണ്ടായില്ല. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു പച്ച നെറ്റ് എടുത്തിട്ടൊക്കെ മറിച്ച് പിറ്റേ ദിവസം അതൊക്കെ കടിച്ച് പറിച്ചിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ 300 റുപ്യക്ക് നെറ്റൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ മറിച്ച് അത് ഓൻ കടിച്ചിടും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയല്ലോ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.